ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൊട്ട് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അത് എഴുതേണ്ട രീതിയും അതിന് വരുന്ന വെയിറ്റേജും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന്. ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പാണ്. അതിൻ്റെ അകത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് തുടങ്ങാം. കാരണം ഫ്രഞ്ച് റവല്യൂഷനാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഫ്രഞ്ച് റവല്യൂഷനുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 3 മാർക്ക് ചോദ്യങ്ങൾ നോക്കിപ്പോവാം. 3 മാർക്ക് ചോദ്യങ്ങളും അത് എഴുതേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ഫ്രഞ്ച് റവല്യൂഷണറീസ് ഇൻട്രഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ദ ഫ്രഞ്ച് പീപ്പിൾ ടു ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി. ഫ്രഞ്ച് റവല്യൂഷണറീസ്, അതായത് ഫ്രഞ്ച് വിപ്ലവകാരികൾ ഒരുപാട് പോളിസീസും കാര്യങ്ങളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ നാഷണൽ ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്, അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചോദ്യത്തിൽ എഴുതേണ്ടത്. അപ്പം ഇതൊരു 3 മാർക്ക് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വലിച്ചുവാരി എഴുതേണ്ട. ഒരു 4 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് പരീക്ഷയിൽ എഴുതുമ്പോഴത്തേക്ക് ഒരു 4 പോയിൻ്റെങ്കിലും നിങ്ങൾ മിനിമം എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങളൊരു 5 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 4 പോയിൻ്റെങ്കിലും പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ലേ പാർട്ടി ആൻഡ് ലേ സിറ്റോൺ, ആ പോയിൻ്റ് എഴുതണം. ലേ പാർട്ടി ലേ സിറ്റോൺ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവർ എന്താ പറയുക, ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നാഷണലിസം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഫസ്റ്റ് മെത്തേഡാണ് ഈ ഫ്രാൻസിനെ ഒരു ഫാദർ ലാൻഡ്, അല്ലെങ്കിൽ അത് അവരുടെ ഒരു എന്താ പറയുക, എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു ഫാദർ ലാൻഡ് ആണ് ഫ്രാൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ലേ സിറ്റോണും കൊണ്ടുവന്നത്. ഇവർക്ക് എല്ലാവർക്കും എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് വേണം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഫ്രാൻസിലെ ഭരണം പോകാൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പോയിന്റ്. അടുത്തതായിട്ട് നാഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളുടെയും നാഷണലിസത്തിന് ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ളതാണ്. ഫ്രാൻസിൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമല്ല. ഫ്രാൻസിലാണ് ഈ പറയുന്ന നാഷണൽ സിമ്പിൾസ് ഒക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അവരുടെ ട്രൈക്കളർ ഫ്ലാഗ്, മൊണാർക്കിൻ്റെ സിമ്പിളായിട്ടുണ്ടായിരുന്ന ട്രൈക്കളർ ഫ്ലാഗ് അവർ മാറ്റിയിട്ട് അവർ പുതിയ ഫ്രഞ്ച് ഫ്ലാഗ് കൊണ്ടുവന്നു. ആ ഫ്രഞ്ച് ഫ്ലാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ നാഷണൽ അസംബ്ലി, ഒരു എലക്റ്റീവ് പീപ്പിളിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള നാഷണൽ അസംബ്ലി അവർ കൊണ്ടുവന്നു. പിന്നെ പുതിയ പാട്രിയോട്ടിക് സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്തു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ്, ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. അതനുസരിച്ചിട്ടൊരു സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ അവർ ഫോം ചെയ്തു. അതേപോലെ എക്കണോമിക് സ്റ്റാൻഡർഡൈസേഷൻ, ഈ എക്കണോമിക് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നെപ്പോളിയൻ പിന്നീട് തുടർന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണത്തിൽ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ നോക്കാം. എക്കണോമിക് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ കസ്റ്റം ടാക്സും ഡ്യൂട്ടീസും ഒക്കെ അവർ റിമൂവ് ചെയ്തിട്ടൊരു യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റും മെഷേഴ്സും ഒക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഈ ട്രൈക്കളർ ഫ്ലാഗ് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഫ്രഞ്ചിൻ്റെ പഴയ മൊണാർക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ഫ്ലാഗ് മാറ്റിയിട്ട് അവർ ട്രൈക്കളർ ഫ്ലാഗൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ലാ പാർട്ടി ലാ സിറ്റോൺ, ഈ ലാ പാർട്ടി ലാ സിറ്റോണൊക്കെ നിങ്ങൾക്ക് 1 മാർക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഒരു 3 മാർക്കിൻ്റെ ചോദ്യത്തിന് എഴുതേണ്ടിയിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് വരുന്നത്, സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി എ ലാൻഡഡ് അരിസ്റ്റോക്രസി വാസ് ദ ഡൊമിനൻറ്റ് ക്ലാസ് ഓൺ ദ കോണ്ടിനെൻറ്റ്. സോഷ്യലിയും പൊളിറ്റിക്കലിയും അരിസ്റ്റോക്രസിയാണ് ആ ഒരു കോണ്ടിനെൻറ്റിലെ ഡോമിനൻറ്റ് ക്ലാസ് ആയിട്ട് മാറിയിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് മാറിയിരുന്നത് അരിസ്റ്റോക്രസി അല്ലെങ്കിൽ പ്രഭുവർഗമാണ്. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതും ഈ പറഞ്ഞ പോലെ ഒരു 3-4 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അരിസ്റ്റോക്രസി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി വെക്കണം. അരിസ്റ്റോക്രസി എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് ഉയർന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. നമുക്ക് ഫ്രാൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്താണ്, 3 ആയിട്ടാണ് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്നാമത്തേത് പുരോഹിതന്മാർ, രണ്ടാമത്തേത് പ്രഭുക്കന്മാർ, അടുത്ത് വരുന്നതാണ് സാധാരണക്കാർ അല്ലെങ്കിൽ പെസൻസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. അപ്പം ഈ അരിസ്റ്റോക്രസിയിൽ ഉൾപ്പെടുന്നത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമാണ്.
അവരാണ് യൂറോപ്പിലെ ആ സമയത്തെ പിന്നെ ഡൊമിനൻറ്റ് ക്ലാസ് ആയിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവരുടേതായിട്ടൊരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊരു കോമൺ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവർക്ക് വലിയ ഭൂസ്വത്തുണ്ടായിരുന്നു. അവർക്ക് കൺട്രി സൈഡിലൊക്കെ ഒരുപാട് വീടുകളും ഭൂസ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഫ്രഞ്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ അരിസ്റ്റോക്രാറ്റിക് കമ്മ്യൂണിറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ചായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ പിന്നെ അവിടുത്തെ ഒരു കൊളോക്കിയൽ അല്ലെങ്കിൽ ഒരു തദ്ദേശീയമായ ഭാഷ സംസാരിക്കുമ്പം പിന്നെ അരിസ്റ്റോക്രാറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽപ്പെട്ട മാത്രമേ മറ്റൊരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽപ്പെട്ട ഫാമിലിയിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. ഇവർ വളരെ എണ്ണത്തിൽ കുറവായിരുന്നു. അപ്പം എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ ഇവർ ബാക്കിയുള്ള സാധാരണക്കാരുടെ ഇടയിലോട്ട് അവർ മിങ്കിൾ ചെയ്യത്തില്ല. പകരം ഇവരുടെ ആ ഒരു പിന്നെ ഒരു ഡൊമിനൻസ് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജിലൂടെ കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അരിസ്റ്റോക്രസി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലി ഡൊമിനൻറ്റ് ക്ലാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റുകൾ. നെക്സ്റ്റ് വരുന്ന ലിബറലിസം എന്ന് പറയുന്ന ഐഡിയ ആണ്. ലിബറലിസം മാത്രമല്ല നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് ഈ പറയുന്ന ഐഡിയോളജീസ് ഇപ്പം കൺസർവേറ്റിസം, ലിബറലിസം അങ്ങനെയുള്ള ഐഡിയോളജിയെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ലിബറലിസം എന്ന് പറയുന്ന ഐഡിയ ആണ്. ശരിക്കും ഫ്രാൻസിലാണ് ഈ പറയുന്ന ലിബറലിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ഫോം ചെയ്യുന്നത്. പിന്നീട് നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലത്തും ഈ പറയുന്ന ലിബറലിസം എന്ന് പറയുന്ന ഐഡിയ നമ്മൾ കടം കൊണ്ടിട്ടുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി ഈ പറയുന്ന വാക്യം ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. അപ്പോൾ ലിബറലിസത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ന്യൂ മിഡിൽ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് പ്രധാനമായിട്ടും ഒരു 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ക്ലാസ്സും കൂടെ വന്നു. അതാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ മിഡിൽ ക്ലാസ് ആണ് സത്യം പറഞ്ഞാൽ ലിബറലിസം അതാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അവർ എന്താ പറയുക ഇൻഡിവിജ്വലിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇക്വാലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നിലനിന്നത്. അവർ വാദിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും നിയമത്തിന് മുമ്പിൽ തുല്യ അവകാശവും തുല്യ സ്വാതന്ത്ര്യവും ഒക്കെ വേണമെന്നായിരുന്നു. ഈ ഒരു ഐഡിയോളജിയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള റൈറ്റും അവർക്ക് വേണം എന്നുള്ളത് വാദിച്ചു. പൊളിറ്റിക്കലി റൈറ്റ് വോട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വോട്ടിങ്ങിൽ കൂടെയാണെന്നുള്ളൊരു ഒരു ആശയമാണ് ഈ ലിബറലിസത്തിൽ കൂടെ ന്യൂ മിഡിൽ ക്ലാസ് മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് അവർ എന്താ പറയുക ഓട്ടോക്രസിയുടെയും ഒക്കെ ഒരു എൻഡിന് വേണ്ടിയിട്ടാണ് അവരെപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഓൾറെഡി വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് നല്ല ജോലിയുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് തോന്നാൻ തുടങ്ങി എന്തിനാണ് നമ്മൾ വെറുതെ ഈ പറയുന്ന പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും അടിമകളായിട്ട് കഴിയുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളൊരു ചിന്തയുടെ പിന്നാലെയാണ് പിന്നീട് വരുന്ന റെവല്യൂഷൻസൊക്കെ നടന്നു പോകുന്നത്. ആ ഒരു ചിന്തയാണ് ഈ പറയുന്ന റെവല്യൂഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും മുഖ്യ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലായ്പ്പോഴും ഓട്ടോക്രസിയുടെ എൻഡിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുണ്ട്, ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും വേണം എന്നുള്ളത് ലിബറലിസ്റ്റുകളുടെ പ്രധാന വാദങ്ങളിൽ ഒന്നായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഇതിലും ഏതെങ്കിലും 3 പോയിൻറ്റ്സാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അടുത്ത വരുന്നത് ജേക്കബിൻ ക്ലബ്ബാണ്. ഇപ്പം ഈ ലിബറലിസവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് ജേക്കബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ജേക്കബിൻ ക്ലബ്ബ് എന്ന് പറയുന്നതും പിന്നെ ഈ പറയുന്ന ന്യൂ മിഡിൽ ക്ലാസ് ആണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി കൊണ്ടുവരുന്നത്. ന്യൂ മിഡിൽ ക്ലാസ്സും പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസും ഇവർ ഫ്രഞ്ച് റവല്യൂഷനിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവരുണ്ടാക്കിയ പോപ്പുലർ പൊളിറ്റിക്കൽ ക്ലബിനെയാണ് ജേക്കബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതുവഴിയാണ് സത്യമായ നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലോട്ട് എത്തുന്നത്. ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ ശരിക്കും ഫ്രഞ്ച് ആർമിയുടെ അടുത്തോട്ട് എത്തുകയും തുടർന്ന് മറ്റുള്ള രാജ്യങ്ങളോട്ടും ഈ ഒരു ആശയം പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു നാഷണൽ സെൻറ്റിമെൻറ്റ്സ് ഒരുപാട് കോമൺ പീപ്പിളിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഫ്രഞ്ച് റവല്യൂഷനിൽ വളരെ അർത്ഥവത്തായൊരു പങ്ക് വഹിച്ചൊരു സംഭവമാണ് ജേക്കബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പം ജേക്കബിൻ ക്ലബ്ബിൽ ഇവർ സംസാരിച്ച ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നീട് ഫ്രഞ്ച് റവല്യൂഷന് കാരണമായിട്ടുണ്ട്.
അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. ഇത് വേണമെങ്കിൽ 1 മാർക്കായിട്ടോ അല്ലെങ്കിൽ 2 മാർക്കായിട്ടോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ജേക്കബിൻ ക്ലബ്ബ് പഠിക്കുന്ന കൂട്ടത്തിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിച്ച് അല്ലെങ്കിൽ ഓസ്ട്രിയൻ മജിസ്ട്രേറ്റ് ആയിരുന്ന മെറ്റേണിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിന് തുമ്മൽ പിടിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പിന് മുഴുവൻ കോൾഡ് പിടിക്കും. വെൻ ഫ്രാൻസ് നീസ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ജേക്കബിൻ ക്ലബ്ബ്, അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് നാഷണലിസം, അങ്ങനെയുള്ള ഐഡിയോളജികളെല്ലാം തന്നെ എഴുതി വെക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ജേക്കബിൻ ക്ലബ്ബിൽ കൂടെയാണ് ഈ പറയുന്ന നാഷണലിസം എന്ന് പറയുന്ന ഐഡിയോളജി അബ്രോഡിലോട്ട് സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ അതുവഴിയാണ് മറ്റുള്ള രാജ്യങ്ങളിലോട്ടും നാഷണലിസം സ്പ്രെഡ് ആകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെറ്റേണിച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ജേക്കബിൻ ക്ലബ്ബ് മെൻഷൻ ചെയ്യാൻ മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഐഡിയ ഓഫ് നാഷണൽ യൂണിറ്റി ഇൻ ദ ഏർലി 19th century യൂറോപ്പ് അലൈഡ് ടു ഐഡിയോളജി ഓഫ് ലിബറലിസം. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബറലിസം എന്താണെന്നുള്ളത്. ലിബറലിസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം ലിബറലിസം വന്നേ പിന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു നാഷണൽ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ജനങ്ങളുടെ ഇടയിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഇൻവെൻഷൻ ഓഫ് റെയിൽവേ, പിന്നെ അതുപോലെ തന്നെ ഹാർനൈസിങ് ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നാഷണൽ യൂണിഫിക്കേഷന് സഹായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും അവരുടെ ഐഡിയോളജീസ് ഒക്കെ പങ്കുവയ്ക്കാനും ഒക്കെ ഈ പറയുന്ന റെയിൽവേയുടെ ഇൻവെൻഷനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൺസെപ്റ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രധാനമായിട്ടും ലിബറൽസ് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു യൂണിഫൈഡ് എക്കണോമിക് ടെറിട്ടറി വേണമെന്നും ലിബറൽസിൻ്റെ ആശയമായിരുന്നു. പിന്നെ അവർ എപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഇക്വാലിറ്റിയുമായിരുന്നു. പ്രധാനമായിട്ടും ന്യൂ മിഡിൽ ക്ലാസ്സിന് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡവും ഇക്വാലിറ്റിയും വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇതിലും എഴുതേണ്ടത്. ഇതിൽ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും 5 പോയിൻ്റ് എഴുതണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. ഇത് 2023-ലും 2020-ലും ചോദിച്ച ചോദ്യമാണ്. അപ്പം ലിബറലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. ലിബറലിസം എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു സംഭവമാണ്. ലിബറലിസം എന്താണെന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയാണ്. ലിബറലിസം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേഷൻ. നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ് ഓഫ് വിയന്ന എന്താണെന്നുള്ളത്. നെപ്പോളിയൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെപ്പോളിയനിക് കോഡ്. എന്താണ് നെപ്പോളിയനിക് കോഡ്, അത് വന്നതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അതുവഴി ബിസിനസ് ക്ലാസ്സിനും പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടായി, അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നെപ്പോളിയനിക് കോഡിൽ എഴുതണം. നിങ്ങൾ നെപ്പോളിയനെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് എഴുതേണ്ട ഒരു സംഭവമാണ് നെപ്പോളിയനിക് കോഡ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത് നല്ലൊരു ആശയമായിരുന്നു. അത് പ്രകാരം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക ഭൂമി സ്വന്തമാക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നെപ്പോളിയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബർത്തിൽ കൂടെ കിട്ടുന്ന പ്രിവിലേജുകൾ അത് പാടില്ല, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് എഴുതേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ മാതിരി 5 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു 7-8 പോയിൻറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 5 പോയിൻ്റായിട്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇപ്പോൾ ഒരു കാലത്തും സോഷ്യലിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ വലിച്ചു വഴി എഴുതാൻ പാടില്ല. പോയിൻ്റായിട്ട് തന്നെ എഴുതണം. പോയിൻ്റായിട്ട് എഴുതുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരുപാട് വലിച്ചു വഴി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം നെപ്പോളിയനെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ എഴുതേണ്ട നെപ്പോളിയനിക് കോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത് നെപ്പോളിയൻ്റെ മരണശേഷം പിന്നെ പ്രധാനപ്പെട്ട യൂറോപ്യൻ പവേഴ്സ് ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ തുടങ്ങിയ പിന്നെ രാജ്യങ്ങൾ ചേർന്നിട്ട് ഏർപ്പെട്ട ഒരു കരാറാണ് ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ട്രീറ്റി ഓഫ് വിയന്നയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നെപ്പോളിയൻ എന്തൊക്കെ ടെറിട്ടറീസ് അനക്സ് ചെയ്തിട്ടുണ്ടോ ആ ടെറിട്ടറീസൊക്കെ വിട്ടുകൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബർബോൺ ഡൈനാസ്റ്റി, പിന്നെ നെപ്പോളിയൻ തകർത്തെറിഞ്ഞ ബർബോൺ ഡൈനാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരിക.
പിന്നെ ഈ എന്താ പറയുക ജിയോണ എന്ന് പറയുന്ന രാജ്യം അത് പിഡോമിൻ ഇൻ സൗത്തിൽ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് മെഷേഴ്സ് ഇപ്പം എന്തൊക്കെ നെപ്പോളിയൻ മാറ്റിയോ ആ കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് ഓഫ് വിയന്ന അല്ലെങ്കിൽ ടെറ്റ് ഓഫ് വിയന്ന കൊണ്ടുവരുന്നത്. പക്ഷേ ടെറ്റ് ഓഫ് വിയന്ന കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. കാരണം അവർ വളരെ കഷ്ടപ്പെട്ട് പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് ഇനിയും അരിസ്റ്റോക്രാറ്റിന് അടിയറ വയ്ക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അതേ തുടർന്ന് വന്ന ആശയങ്ങളാണ് കൺസർവേറ്റീവ്സവും ലിബറലിസവും റവല്യൂഷണിസ്റ്റും ഒക്കെ. അപ്പം ലിബറലിസം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നു പോകേണ്ട ഒരു പോയിൻ്റാണ് റവല്യൂഷണിസ്റ്റ് എന്നുള്ളത്. അത് ലിബറലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ലിബറലിസ്റ്റ് ആണെങ്കിൽ വളരെ പതുക്കെ അല്ലെങ്കിൽ കുറച്ച് പതുക്കെ മാറ്റങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ റവല്യൂഷണിസ്റ്റ് പറയുന്നത് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വേണം. എന്തൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം തച്ചടച്ച് പുതിയൊരു രാജ്യം വരണം എന്നായിരുന്നു റവല്യൂഷണിസ്റ്റിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം ഉണ്ടായത് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത് കുറച്ച് പഴയ ആൾക്കാരാണ്. അവർക്ക് ഈ പറയുന്ന നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫാമിലി, അരിസ്റ്റോക്രാറ്റ്, മൊണാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് പോകുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അതൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ ഒരു മാറ്റം അതായിരുന്നു കൺസർവേറ്റീവ്സിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഐഡിയോളജീസ് കൺസർവേറ്റിസം, ലിബറലിസം, റെവല്യൂഷണിസം ഈ 3 ഐഡിയോളജീസ് നിങ്ങൾ നോക്കി വെക്കണം. ചിലപ്പം ഇത് 3ൻ്റെ തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത് വരുന്ന ജർമ്മൻ യൂണിഫിക്കേഷനാണ്. ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ അകത്ത് ഫ്രഞ്ചിൻ്റെ അത്രയും ഒരുപാട് ചോദ്യങ്ങളില്ല. എന്നാലും ജർമ്മൻ യൂണിഫിക്കേഷൻ നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും 2024, 2017, 2016, 2015 അതിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ച ചോദ്യമാണ് അനലൈസ് ദ പ്രോസസ് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ. ജർമ്മൻ യൂണിഫിക്കേഷൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മറക്കാതെ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് ഓട്ടോ വൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത്. ഓട്ടോ വൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിൽ നാഷണൽ യൂണിഫിക്കേഷൻ നടക്കുന്നത്. അദ്ദേഹം പെർഷ്യൻ ആർമിയുടെയും അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെയും ഒരു സഹായത്തോടു കൂടിയിട്ടാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ നടത്തുന്നത്. യൂണിഫിക്കേഷന് ശേഷം പ്രഷ്യൻ കിങ് ആയിട്ടുള്ള വില്യം വണ്ണിനെ അവർ ജർമ്മൻ എംപയറായിട്ട് വാഴിക്കും. ആ ഒരു സെറമണി നടക്കുന്നത് വെർസൈലസിലാണ്. അപ്പം ഈ പറയുന്ന കാര്യം ഇപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരാളാണ് ഓട്ടോ വൻ ബിസ്മാർക്ക്. ഓട്ടോ വൻ ബിസ്മാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ 3 മാർക്കായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. Analyze the role of Otto von Bismarck in German unification. Who was Otto von Bismarck considered? Why was Otto von Bismarck considered as the architect of the United Germany? അത് 2019 ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓട്ടോ വൻ ബിസ്മാർക്ക് ആരാണ്, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഈ പറയുന്ന ജർമ്മൻ യൂണിഫിക്കേഷൻ നടത്തിയത്, അങ്ങനെ ഒരു 3 പോയിൻ്റാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പം ഓട്ടോ വൻ ബിസ്മാർക്ക് പെർഷ്യയുടെ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഓൾമോസ്റ്റ് 7 ഇയേഴ്സാണ് ഈ പറയുന്ന ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് യുദ്ധം നയിച്ചത്. അദ്ദേഹം ഓസ്ട്രിയ, സ്പാനിഷ് അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം യുദ്ധം നടത്തിയ ശേഷമാണ് പെർഷ്യയുടെ വിക്ടറി ഉറപ്പാക്കുന്നത്. അപ്പം ഈ പോയിന്റുകളെല്ലാം തന്നെ നിങ്ങൾ ഒരു 3 മാർക്ക് ചോദ്യത്തിൽ എഴുതേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ കാര്യം, അദ്ദേഹം എത്ര വർഷത്തോളം യുദ്ധം നടത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റാണ്. ജർമ്മനിയുടെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ്. ഇപ്പം സെൻറ്റ് പോൾ ചർച്ചിൻ്റെ അകത്താണ് ഈ പറയുന്ന ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു ചിത്രം തന്നിട്ടും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ചിത്രത്തിൻ്റെ ഒരു അർത്ഥം എന്താണ്, ഇത് എവിടെ നടന്ന ഒരു ഈവൻ്റാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് പിന്നെ സെൻറ്റ് പോൾ ചർച്ചിലേക്ക് മാർച്ച് ചെയ്യുകയും പിന്നെ അവരവിടുത്തെ മൊണാർക്കീനെ എല്ലാം പുറത്താക്കിയിട്ട് അവരവരുടെ റൂള് പിടിച്ചെടുക്കുന്നതാണ് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ആണ് അതിലും ഈ പറയുന്ന പോലെ ഡോമിനേഷൻ ഉണ്ടായിരുന്നത്. അവർ തുടക്കത്തിൽ വിജയിച്ചെങ്കിലും പക്ഷേ പിന്നീട് അവർക്ക് പതുക്കെ ഈ പറയുന്ന ആൾക്കാരുടെ സപ്പോർട്ട് നഷ്ടപ്പെടുകയും പിന്നീട് അസംബ്ലി
ഡിസ്ബാൻഡ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇവർ ഈ പറയുന്ന പാർലമെൻറ്റ് പിടിച്ചടക്കിയ ശേഷം അവർ പിന്നെ പ്രഷ്യൻ കിങ് ആയിട്ടുള്ള ഫ്രെഡറിക് വില്യമിന് പിന്നെ ഓഫർ ചെയ്തായിരുന്നു, രാജ്യം ഓഫർ ചെയ്തു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാജാവിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പതുക്കെ ഈ പറയുന്ന അസംബ്ലി അതിൻ്റെ ഒരു പ്രസക്തി പിന്നീട് നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ കാര്യത്തിൽ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത് വരുന്നത് ജർമ്മൻ കൾച്ചർ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഇതൊരു 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ജോവാൻ ഗോട്ട്ഫീൽഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഇടയ്ക്കാണ് നമുക്ക് പൂർണ്ണമായിട്ട് ജർമ്മൻ കൾച്ചർ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫോക്ലോറുകൾ, ജർമ്മനിയുടെ ഒരു ട്രൂ സ്പിരിറ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഫോക്ക് സോങ്സിൽ കൂടെയും പോയട്രി കൂടെയും ഡാൻസിൽ കൂടെയൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു 1 മാർക്ക് ചോദ്യത്തിൽ എഴുതേണ്ടത്. 1 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു 2 പോയിൻറ്റ്സാണ് അതിൽ എഴുതി വെക്കേണ്ടത്. അടുത്ത വരുന്ന യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയാണ്. ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുപോലെ ജർമ്മനിയുടെ പോലെ തന്നെ പ്രോസസ്സ് എന്തൊക്കെയാണ് ആ പ്രോസസ്സ് എന്ന് എഴുതണം. പിന്നെ അതുപോലെ തന്നെ അതിൽ ഗെസിപ്പെ മസിനി എന്ന് പറയുന്ന പേര് വളരെ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഗെസിപ്പെ മസിനിയും ഗെസിപ്പെ ഗരിബാൾഡി. ഗെസിപ്പെ മസിനിയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പ്രവർത്തിച്ചത്. അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്താണെന്നുള്ള എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇറ്റലിക്ക് ഈ പറയുന്ന മാതിരി ഒരു പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫ്രാഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ഇറ്റലിയെ ഒരുമിച്ച് ഒരു രാജ്യമാക്കാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് ഗെസിപ്പെ മസിനി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി സാധ്യമാക്കിയത് ചീഫ് മിനിസ്റ്റർ കാവേറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ വിക്ടർ ഇമാനുവൽ അദ്ദേഹത്തിൻ്റെ സഹായവും ഉണ്ടായിരുന്നു. ഈ ഗെസിപ്പെ മസിനിയുടെ പോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരായിരുന്നു ഗെസിപ്പെ ഗരിബാൾഡി. ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അപ്പം നിങ്ങൾ ഈ 2 പേരുകളും ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ ഗെസിപ്പെ മസിനി ആരാണെന്നുള്ളത് വേണമെങ്കിൽ 5 മാർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു 3 മാർക്കായിട്ടോ ചോദിക്കാത്തൊരു ചോദ്യമാണ്. അപ്പോൾ 3 മാർക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഗെസിപ്പെ മസിനി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അദ്ദേഹം എന്ന് പറയുന്നത് പിന്നെ ഒരു 24 വയസ്സ്, ആ ഒരു 20-24 വയസ്സിൽ തന്നെ സീക്രട്ട് സൊസൈറ്റി ആയിട്ടുള്ള കാർബണറിയുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന മൊണാക്സിനെയൊക്കെ ചൊടിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിനെ പിന്നെ ലഗേറിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അദ്ദേഹം ലഗേറിയയുടെ റിവല്യൂഷൻ്റെ പ്രധാന ആളായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ 1831 ഒക്കെ ആയപ്പോഴത്തേക്കും നാട് കടത്തി. പിന്നീട് അദ്ദേഹം 2 സീക്രട്ട് സൊസൈറ്റികൾ ഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് യങ് ഇറ്റലി ഇൻ മാർസൈലസ്, യങ് യൂറോപ്പ് ഇൻ ബെർണെ. ഈ പറയുന്ന യങ് ഇറ്റലിയും യങ് യൂറോപ്പും ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ 2ൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഗെസിപ്പെ മസിനിയാണ്. മസിനി ഒരിക്കലും എന്താ പറയുക പിന്നെ ദൈവത്തിനെതിരായിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ദൈവത്തിന് ഈ പറയുന്ന നേഷൻ എന്ന് പറയുന്നൊരു നാച്ചുറൽ യൂണിറ്റാണ്. ദൈവം നേഷൻ ഒന്നിച്ചു നിൽക്കുന്നത് ആണ് ഇഷ്ടപ്പെടുന്നതെന്നായിരുന്നു മസിനിയുടെ വിശ്വാസം. ഇപ്പോൾ മസിനെക്കുറിച്ചിട്ടും പിന്നെ ഓസ്ട്രിയൻ മജിസ്ട്രേറ്റ് ആയിരുന്ന മെറ്റേണിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസിനി പിന്നെ മൊണാർക്കിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മസിനി ആസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി എന്നാണ് മെറ്റേണിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിനിയുടെ ആദർശങ്ങൾ കൺസർവേറ്റീവ്സിനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ കൺസർവേറ്റീവ്സിനെതിരായിട്ടാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ഐഡിയോളജീസിൻ്റെയൊക്കെ ഫലമായിട്ട് നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് വളരെ ശക്തമാവുകയും ഒരുപാട് ആൾക്കാർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പോളണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെയുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ഗെസിപ്പെ മസിനിയുടെ ഒപ്പം ചേരുകയും അവർ റെവല്യൂഷൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് മെറ്റേണിച്ച് ഗെസിപ്പെ മസിനിയെ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് നിങ്ങൾ ഓർക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾ എഴുതേണ്ടത് ഗെസിപ്പെ മസിനിയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിങ്ങൾ യങ് ഇറ്റലി യങ് യൂറോപ്പ് എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സൊസൈറ്റീൻ്റെ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. അത് മസ്റ്റായിട്ട് എഴുതേണ്ട 2 പോയിന്റുകളാണ്. അടുത്ത് വരുന്നത് നാഷണലിസം ഇൻ ബ്രിട്ടൻ ആണ്. അത് വളരെ ചെറുതായിട്ടേ ഉള്ളൂ. നാഷണലിസം ബ്രിട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല. വളരെ ചെറിയൊരു പോർഷനാണ് നാഷണലിസം ഇൻ ബ്രിട്ടൻ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നെ എങ്ങനെയാണ് ബ്രിട്ടനിലെ ഒരു നാഷണലിസം എന്ന് പറയുന്നത് മറ്റുള്ള യൂറോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഹിസ്റ്ററി, പിന്നെ ബ്രിട്ടൻ്റെ ഒരു നേഷൻ ബിൽഡിംഗ് പ്രോസസ്സ്, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രഗിളിൽ കൂടെ വാറിൽ കൂടെ ഒന്നും അല്ല യൂണിഫൈ ആയത്, ആ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ എക്കണോമി, പൊളിറ്റിക്കൽ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അയർലൻഡായിട്ടും സ്കോട്ടിഷ് ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയ കാര്യങ്ങൾ, പ്രൊട്ടസ്റ്റൻസ്, കാത്തലിക്സിൻ്റെ ഡൊമിനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അത് ഈ പറഞ്ഞ പോലെ ഒരു 3 പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതിയാവും. അടുത്തത് കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രാധാന്യമുള്ളതാണ്. അതിൽ നിന്ന് 1 മാർക്ക് ചോദ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അസർഷൻ, റീസൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കൾച്ചർ വരുമ്പോഴത്തേക്കും അന്നത്തെ കാലത്തെ ചിത്രങ്ങളെ കുറിച്ചിട്ട്, പിന്നെ അതുപോലെ എങ്ങനെയാണ് കൾച്ചർ സ്വാധീനിച്ചത്, അത്തരം ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ വന്നിട്ട് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ പ്രതിരൂപമായിട്ടുള്ള മറിയാന എന്ന് പറയുന്ന ചിത്രമാണ്. അത് ഫ്രാൻസിനെ ഒരു സ്ത്രീയായിട്ട് വരച്ചിരിക്കുന്നതാണ്. നമ്മൾ പൊതുവെ ഈ പറയുന്ന റവല്യൂഷൻ അല്ലെങ്കിൽ ഒരു നാഷണലിസം ടൈമിലൊക്കെ രാജ്യത്തിനെ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്വന്തം എന്താ പറയുക ഒരു സ്ത്രീയായിട്ടോ ഒക്കെയാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീയുടെ രൂപം കൊടുക്കുമ്പോഴത്തേക്കും ജനങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹം തോന്നും. ഇത് നമ്മളുടെ അമ്മയാണ്, നമ്മളുടെ ജോലിയാണ് നമ്മളുടെ അമ്മേനെ സംരക്ഷിക്കേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ത്രീരൂപം കൊടുക്കുന്നത്. ഇപ്പം പിന്നെ മറിയാന ജർമ്മനിയ എന്ന് പറയുന്നത് ജർമ്മനിയുടെ പിന്നെ സ്ത്രീരൂപമാണ്. പിന്നെ അതും ഈ പറയുന്ന ഓക്ക് ലീവ്സ് ഒക്കെ പിന്നെ വെച്ചിട്ടുള്ള ക്രൗണൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപമാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ബ്രിട്ടനുണ്ട്. ബ്രിട്ടൻ്റെ അലിഗറി എന്ന് പറയുന്നത് ബ്രിട്ടാനിയാണ്. നമുക്കുമുണ്ട്. നമ്മൾ ഈ പറയുന്ന ജർമ്മനിയ അല്ലെങ്കിൽ മറിയാന അതിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് എടുത്തിട്ടാണ് നമ്മളുടെ ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇങ്ങനെ ഈ പറയുന്ന മറിയാന, ജർമ്മനിയ നമ്മുടെ ഭാരത് മാതേനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിലെ നാഷണലിസം ഇൻ ഇന്ത്യയിലെ ഭാരത് മാതയുടെ ചിത്രത്തെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിത്രം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഏതിൻ്റെ അലിഗറി ആണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് എങ്ങനെയാണ് ഒരു നാഷണലിസത്തിൻ്റെ സിമ്പിളായത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എഴുതണം. അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മറിയാനെ കുറിച്ചിട്ടൊരു 3 പോയിന്റ്, ജർമ്മനിയെ കുറിച്ചിട്ടൊരു 3 പോയിന്റ്, പിന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും തിയറീസ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് അവിടെ വീണിരിക്കും കേട്ടോ. അടുത്ത് വരുന്ന ഞാൻ പറഞ്ഞല്ലോ കൾച്ചറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചർ, ആർട്ട്, സ്റ്റോറീസ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ സഹായിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതൊരു 3 മാർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ 5 മാർക്കായിട്ടോ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ 3 മാർക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു പിന്നെ കൾച്ചറൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച്, റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, എങ്ങനെയൊക്കെയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സിനെ സ്വാധീനിച്ചു, അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതെല്ലാം എഴുതണം. ഇപ്പം ഫ്രാൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസിലെ ആൾക്കാർ, പിന്നെ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ പേരുകളെല്ലാം എഴുതി വയ്ക്കണം. അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഇപ്പം ജർമ്മൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള ജോഹാൻ ഗോട്ട്ഫീൽഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ മറക്കരുത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ജർമ്മനിയുടെ ട്രൂ കൾച്ചർ മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലാണ്. അതിനെ അദ്ദേഹം വിളിച്ച പേര് ദാസ് വോക്ക് എന്നാണ്. നമ്മൾ 1 മാർക്ക് ചോദ്യത്തിൽ നോക്കിയതായിരുന്നു. അത് ഈ പറയുന്ന ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നേഷൻ്റെ ഒരു ട്രൂ സ്പിരിറ്റ് ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറൈസ് ചെയ്യാൻ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു പിന്നെ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ജനങ്ങളുടെ ഇടയിലേക്ക് വളർത്താൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊണ്ട് സാധിച്ചത്. അപ്പം അത് ജർമ്മനിയുടെ മാത്രം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അത് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരുടെ പോയിൻറ്റ്സും കൂടെ എഴുതി വയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ മാത്രമല്ല 5 മാർക്കിനോ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
അടുത്ത് വരുന്ന ലാംഗ്വേജ് എങ്ങനെയാണ് പോളണ്ടിനെ പോളണ്ടിൻ്റെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ സ്വാധീനിച്ചതെന്നുള്ളത്. ഇത് പലവട്ടവും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ലാംഗ്വേജ് എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് പോളണ്ട് എന്ന് പറയുന്നത്. പോളണ്ടിൽ ആ കാലത്ത് റഷ്യൻ ലാംഗ്വേജ് ആയിരുന്നു ഫോഴ്സ് ചെയ്തിരുന്നത്. പോളണ്ടിൽ പോളിഷ് ഭാഷ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ പറയുന്ന നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ആയുധമായിട്ട് ഇവർ പോളിഷ് ലാംഗ്വേജിനെ മാറ്റിയെടുത്തു. ജനങ്ങൾക്ക് അവരുടെ ഒരു ഭാഷയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം തോന്നാൻ തുടങ്ങി. ഭാഷയോട് സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് അവർ പോളിഷ് ഭാഷകളിലുള്ള പാട്രിയോട്ടിക് സോങ്സും ഫോക്ക് ടെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിലോട്ട് അവർ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ജനങ്ങളുടെ ഇടയിലോട്ട് അത് വരികയും പിന്നെ പതുക്കെ പോളണ്ടിലെ ചർച്ചിൽ ഉൾപ്പെടെ ഈ പറയുന്ന റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് പോളിഷ് ലാംഗ്വേജിൽ നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് ഒരുപാട് പ്രീസ്റ്റിനെയും ബിഷപ്പുമാരെയൊക്കെ സൈബീരിയൻ ജയിലിലേക്ക് റഷ്യ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആൻസറിൽ എഴുതേണ്ടത് അത്യാവശ്യമാണ്. 5 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മറക്കരുത് 5 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 6 പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇപ്പം ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും 5 മാർക്കിന് 2020 ചോദിച്ചതാണ്. 5 മാർക്കിനാണ് ഇതും ചോദിച്ചത്. ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് നാഷണലിസ്റ്റ് ഫീലിംഗ് സ്പ്രെഡ് ചെയ്തെന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഗ്രീക്ക് ഏതിൻ്റെ ഭാഗമായിരുന്നു, അവരുടെ സ്ട്രഗിൾ എങ്ങനെയാണ് അവർ സ്വാതന്ത്ര്യം നേടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ ഇതിൽ എഴുതുമ്പോഴത്തേക്കും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് പിന്നെ ഗ്രീക്കിനെ ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് പ്രസ്താവിച്ച ട്രീറ്റിയാണ്. അത് 1832 സൈൻ ചെയ്തത്. ഇത് വേണമെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഗ്രീക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായി മാറിയത്, അവരുടെയും എങ്ങനെയാണ് നാഷണലിസ്റ്റ് ഫീലിംഗ് സ്പ്രെഡായത്, ഈ പറയുന്ന ഗ്രീക്കിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം എങ്ങനെയാണ് മറ്റുള്ള യൂറോപ്യൻ നേഷൻസിലോട്ട് സ്പ്രെഡായത്, ആ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്ത് വരുന്ന ബാൾക്കൻ റെവല്യൂഷനാണ്. ഇപ്പം ഇത് ഏറ്റവും അവസാനം വരുന്നൊരു പോർഷനാണ്. മിക്ക കുട്ടികളും ഇത് വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബാൾക്കൻ റീജിയൻ എന്താണെന്നുള്ളതും ബാൾക്കൻ റീജിയനിലെ ആ ഒരു ടെൻഷൻസ് എങ്ങനെയാണ് വേൾഡ് വാറിന് കാരണമായതെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. കാരണം നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് ഈ പറയുന്ന യൂണിഫിക്കേഷന് സഹായിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. പക്ഷേ നമ്മൾ ഈ അധികമായ അമൃതം വിഷം എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നാഷണലിസത്തിൻ്റെ കാര്യം. അപ്പോൾ നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ എക്സ്ട്രീമായി തുടങ്ങി ഓരോ രാജ്യങ്ങളും അവരവരെ മാത്രം സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു രാജ്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഇരട്ടി, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വെപ്പണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഇരട്ടി ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു അത്യാഗ്രഹം തോന്നുകയും പതുക്കെ അവർ നേവൽ സുപ്രീമസി, മിലിറ്ററി സ്ട്രെങ്ത് അതെല്ലാം ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ മറ്റുള്ള രാജ്യങ്ങളെ പതുക്കെ കീഴ്പ്പെടുത്താനും തുടങ്ങി. ഈ നാഷണലിസത്തിൻ്റെ ഒരു വൃത്തിയായിട്ടൊരു ഫോമാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇമ്പീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്രാജ്യത്വം. ഈ നാഷണലിസം അതിൻ്റെ ഒരു വേഴ്സായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കോളനിവൽക്കരിച്ചാണ് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ബാൾക്കൻ റീജിയൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് റൊമേനിയ, ബൾഗേറിയ, അൽബേനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു. അതിൽ കുറേ ഭാഗങ്ങൾ ഈ ഒട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അവർ തന്നെത്താനെ കുറച്ച് ടെറിട്ടറി ആയിട്ട് അവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാൾക്കനിലെ കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ തോന്നി, ഇവരുടെ ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കുമെന്നൊക്കെയുള്ള. അപ്പോൾ ആ ഒരു ടെൻഷൻ വളരെ ശക്തമാകുകയും പിന്നീട് റഷ്യ, ജർമ്മനി അങ്ങനെയുള്ള സൂപ്പർ പവേഴ്സ് ഈ പറയുന്ന ബാൾക്കൻ റീജിയൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ട് തമ്മിൽ പോരാടുകയും ചെയ്തു. പിന്നീടാണ് ഈ പറയുന്ന ഈ ഒരു റൈവൽറി വളരെ വേഴ്സാകുകയും അത് വേൾഡ് വാർ ഫസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് എങ്ങനെയാണ് അതിൻ്റെ വേഴ്സ് ഫോം ആകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണമായിട്ട് എഴുതേണ്ടതാണ് ബാൾക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ?
ഇപ്പം നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പിക്ചർ തന്നിട്ട് ഓരോ പിക്ചർ തന്നിട്ട് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നെപ്പോളിയൻ്റെ പടം തന്നിട്ട് ഈ നെപ്പോളിയൻ ഓടുന്നൊക്കെ ഒരു പടമുണ്ട്, പോസ്റ്റ്മാനെ പോലെ നെപ്പോളിയനെ കാണിച്ചിട്ട് ഇതെന്താണ്. പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയുടെ പടം, അതുപോലെ തന്നെ മറിയാനയുടെ പടം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ തന്നിട്ട് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ ഒരു പടം പോലും മിസ് ചെയ്യാതെ നല്ലപോലെ നോക്കി വെക്കണം. അതേപോലെ തന്നെ റീസൺ അസർഷൻ ചോദ്യങ്ങൾ, അതേപോലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു സാധ്യത ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു പാരഗ്രാഫ് വന്നിട്ട്, അത് നിങ്ങളുടെ പുസ്തകത്തിലെ തന്നെ പാരഗ്രാഫ് ആയിരിക്കും. ആ പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യം, അതിൽ നിന്ന് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാരഗ്രാഫാണ് ഫെഡറിക് സോറിയോ വരച്ചിട്ടുള്ള പടത്തിനെ കുറിച്ചിട്ട്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഫെഡറിക് സോറിയോയുടെ വരച്ച പടമാണ്. അപ്പോൾ യൂട്ടോപ്യൻ നേഷൻ എന്താണ്, അതിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വയ്ക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ആകെ മൊത്തത്തിലുള്ളൊരു ബ്രീഫ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ടോപ്പിക്സുകൾ. അപ്പോൾ നിങ്ങളിത് മറക്കാതെ കാണണം. കണ്ടിട്ട് ഇതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നാഷണലിസം ഇൻ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസും അനാലിസിസും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.